ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെഡ്ഡിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കല്യാണമായപ്പോൾ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാവർക്കും ഒരുമിച്ച് കല്യാണത്തിന് പോകാമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈലാഞ്ചി ഇട്ടതിന് ശേഷം മുറ്റടിച്ച് വാരി കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഇസുമോനും ആലൂട്ടിയും തിരിച്ചും മറിച്ചും കൈ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ വേഗം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ്. കുറച്ച് നടന്ന കല്യാണ വീട് എത്തിയിട്ടോ. അപ്പം അനിയൻ പറഞ്ഞ് കുട്ടികളെ എടുത്തിട്ട് നടക്കണ്ട, അവന് ബൈക്കിൽ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും അവന് വണ്ടിയിൽ ഇരുത്തുന്നുണ്ട്. അപ്പോൾ ഉമ്മയും ഞാനും വരാൻ പറഞ്ഞിട്ട് ഉമ്മയും കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനും നാത്തൂനും പാടെ നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാടമുണ്ട് കേട്ടോ. ആ പാടം കഴിഞ്ഞാൽ തന്നെ നമുക്ക് കല്യാണക്കുടി എത്തിയിട്ടോ. താത്താൻ്റെ നാത്തൂൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കല്യാണക്കുടിയിലാണ്. അപ്പം നമ്മൾ വേഗം തന്നെ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടോ. കല്യാണ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഒരുങ്ങിയും കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ ഫാമിലിയിൽ എല്ലാവരും വന്നപ്പോൾ പിന്നെ നമ്മൾ കെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ചെക്കനും ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പത്തിന് നമുക്ക് കെട്ടാൻ പോകാനുള്ള ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിലേക്ക് കയറി. ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ മണ്ഡപം ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ മണ്ഡപം എത്തി. പിന്നെ നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് കല്യാണ മണ്ഡപത്തേക്ക് നടക്കുകയാണ്. പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഉള്ളിലേക്ക് കയറി. എല്ലാവരും ഉള്ളിലോട്ടൊക്കെ കയറി. പിന്നെ കുട്ടികൾ ഒരുങ്ങിയതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കാണാൻ. മോളും പിന്നെ താത്താൻ്റെ മോളും ഉണ്ടായിരുന്നു. പിന്നെ വേറെ താത്താൻ്റെ നാത്തൂൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അവർ ഒരുങ്ങിയതൊക്കെ കാണാൻ ഭയങ്കര കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ യെല്ലോയും പിങ്കും ഷെയ്ഡാണ് എല്ലാവരും ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെക്കന് സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലെല്ലാവരും. ഇതെൻ്റെ താത്തയാണ് കേട്ടോ. താത്തയും അനിയൻ്റെ കുട്ടിയാണ്. പിന്നെ ഇത് നാത്തൂനാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ചെക്കൻ്റെ പെങ്ങൾ കുട്ടിയാണ്. ഒരു പച്ച കളർ ഡ്രസ്സ് ഇട്ടത് ഇത് പെങ്ങളാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇത് നാത്തൂൻ്റെ മക്കളുമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നെ പെങ്ങളും അളിയനും കൂടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഇത് വന്നിട്ട് താത്താൻ്റെ മോളും താത്താൻ്റെ നാത്തൂൻ്റെ മോളും പിന്നെ ചെക്കൻ്റെ പെങ്ങളും എൻ്റെ മോളുമാണ് ഉള്ളത്. ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ അവർ ഇറങ്ങി വരികയാണ്. ഇത് വന്നിട്ട് ചെക്കൻ്റെ ഉമ്മയുടെ അനിയത്തിയും ഭർത്താവും 2 മക്കളുമാണ്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുകയാണ്. ഇത് നമ്മുടെ സുജിയേട്ടനും വൈഫും കുട്ടിയാണ്. പിന്നെ ഇതാണ് ചെക്കൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ പെങ്ങളും ഭർത്താവും. പിന്നെ ഇതെൻ്റെ താത്തയും അളിയനും 2 മക്കളുമാണ്. ചെക്കൻ്റെ വീട്ടുകാരൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മണവാട്ടി ഇതാ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നതാണ് ഉമ്മയും വാപ്പയാണ് കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യത്തിന് തിരക്കും ഉണ്ടായിരുന്നു.
പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പാട്ട് ഇതിൽ എന്തായാലും ഇടാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പാട്ട് കട്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ നമ്മുടെ മണവാട്ടിനെ സ്റ്റേജിലേക്ക് കയറ്റി വിടുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് ഉപ്പയാണ് മോളുടെ കൈ കൊടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കല്യാണം കാണാൻ. അടിപൊളിയായിട്ടുണ്ട് കല്യാണം. പിന്നെ അവരുടെ ഓരോ ഫോട്ടോഷൂട്ടുകളാണ്. അപ്പം ഇങ്ങനെ അവർ ഓരോ പോസും കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പെണ്ണിൻ്റെ ഫ്രണ്ട്സാണ് ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെക്കൻ്റെ ഫാമിലിയിലുള്ളവരാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.